ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് തലസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ കായിക പ്രേമികൾ കാത്തിരിക്കുകയാണ്. സ്പെയിനാകുമോ അതോ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാകുമോ ആ കപ്പ് ഉയർത്തുകയെന്നറിയാൻ. എന്തായാലും ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ, കായിക താരങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് പ്രതീക്ഷകൾ? അർജന്റീന അടിക്കും, വേറെ ആരടിക്കും? അതിന് അത്ര പ്രതീക്ഷ? സ്പെയിന്. എന്തുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എമാലുണ്ട്, ഡാനി ആൽമോ ഉണ്ട്, മെസ്സിയൊക്കെ വേസ്റ്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മെസ്സി ഒന്നും കളിക്കില്ല, അമ്മാരെ ടീം ഉള്ളതുകൊണ്ട് കൊള്ളാം. നമ്മളെ റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കുക ആൾക്കാരില്ല. റൊണാൾഡോയ്ക്ക് പാസ് കൊടുക്കാത്തോണ്ടാണ് അടിക്കാത്തത്, അതിന്റെ വിഷമമാണ് അവന്. കഴിഞ്ഞ വർഷം അങ്ങനെ അടിച്ച അവൻ ഫിഫ പോയല്ലേ മെസ്സി. മെസ്സിയോട് ഇത്ര വിരോധം? അവനൊരു കളി ജയിച്ചെന്ന് പറഞ്ഞാൽ ഉള്ള തലയെ പൊക്കത്ത് എടുത്ത് വെച്ച് അവന് കാര്യം ഒരു കളി തോക്കുമ്പോ അവന്മാര് പഠിക്കും. ഇന്നത്തോട് തോക്കുമ്പോ അവന്മാര് കളി നോക്കോ. അപ്പൊ ഈ ഫാൻസിനോടുള്ള പ്രശ്നം കാരണമാണോ അർജന്റീന ജയിക്കരുതെന്ന് പറയുന്നത്? ഫാൻസും കൊള്ളൂല, ടീമും കൊള്ളൂല. അവന്മാര് ടീം കൊള്ളുകയല്ല, ഇങ്ങനെ ഫൈനൽ എങ്ങനെ എത്തി? മറ്റേ മുട്ടത്തല ഉള്ളതുകൊണ്ട് കയറി. മെസ്സിയുടെ കഴിവല്ല, മെസ്സിയുടെ കഴിവൊന്നുമില്ല. അവൻ വെറുതെ കാലിട്ട് അടിക്കുമ്പോ ഗോളായിരുന്നു. പൊന്നെ, ഇത് ഇങ്ങനെയൊക്കെയാണ് പിള്ളേർ അഭിപ്രായം പറയുന്നത്. ഇനി വന്ന് എങ്ങനെയാണ് ആര് ജയിക്കും? അർജന്റീന അടിക്കും. ഇപ്പൊ പറഞ്ഞു കേട്ടാ, മെസ്സിയെ പറഞ്ഞിട്ട് പോയാട്ടാ. അത്രേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷകൾ? എങ്ങനെയാ വാ? പ്രതീക്ഷയില്ല, ടീം പുറത്തായി. ആരായിരുന്നു? ജർമ്മനി. അപ്പൊ ഇന്ന് ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ആര് ജയിച്ചാലും സന്തോഷമില്ല. സന്തോഷമില്ല, ജർമ്മനി പുറത്തായുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഫുട്ബോൾ പ്രേമികളുടെയൊക്കെ അടുത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ മത്സരം? എങ്ങനെയായിരിക്കും? അർജന്റീന ജയിക്കണം ആഗ്രഹം. പക്ഷേ ഈ ഓവറോൾ മത്സരങ്ങളിൽ അർജന്റീനയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം അവർ ടീമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കളിക്കുന്നു. ടീം വർക്കാണ് ഫുട്ബോൾ, അല്ലാതെ ഒരു പ്ലെയർ അല്ല. സിംഗിൾ പ്ലെയറിന്റെ ഒരു പെർഫോമൻസ് അല്ല, വൺമാൻഷോ ഫുട്ബോൾ പറ്റില്ല. ആ ഒരു ടീം വർക്ക് ഉണ്ട് അർജന്റീന. ടീം വർക്ക് അർജന്റീന, സ്പെയിനും അതുപോലെ തന്നെയാണ്. രണ്ടും ഇഞ്ചിക്ക് ഒരു ഇഞ്ചോടിഞ്ച് മത്സരം. അപ്പൊ എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയായിരിക്കും അദ്ദേഹം പറയുന്നത്? സ്പെയിനെ കപ്പടിക്കുള്ളൂ. എന്തുകൊണ്ട്? അർജന്റീന നിലവിലെ ചാമ്പ്യൻ ഇല്ല, സ്പെയിനെ അടിക്കുള്ളൂ എന്തിനൊക്കെ പറഞ്ഞാലും. അർജന്റീന തോക്കും, നോക്കിക്കോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, ഈ അർജന്റീനയ്ക്കും മെസ്സിക്കുമെതിരെ ഇങ്ങനെ ഇത്രയും രോഷം പ്രകടിപ്പിക്കുന്ന ഫുട്ബോൾ പ്രേമികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കൊപ്പം ആവേശഭരിതമായ ആ മത്സരത്തിന്റെ കാഴ്ചകൾക്ക് വേണ്ടി ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.